ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ സ്കൂൾ ലെസൺസ്. നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് 8ാം ക്ലാസ്സിൻ്റെ ഇംഗ്ലീഷ് സബ്ജക്റ്റിൽ വരുന്ന ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. നിങ്ങൾക്ക് എക്സാമിന് ചോദിച്ചേക്കാവുന്ന ഒരു ആക്ടിവിറ്റി, ഒരു ക്വസ്റ്റ്യൻ ആണ് എഡിറ്റിംഗ്. സോ ഇവിടെ നമുക്കൊരു എഡിറ്റിങ്ങിൻ്റെ മോഡൽ ക്വസ്റ്റ്യൻ നോക്കാം. Here is a passage, Japanese writer Tesoko Koroyanagi. There are some errors in it, edit them. ഇവിടെ താഴെ നിങ്ങൾക്ക് ജപ്പാനീസ് റൈറ്ററിൻ്റെ ഒരു എഡിറ്റ് പാസേജ് ആണ് തന്നിട്ടുള്ളത്. ഇത് എഡിറ്റ് ചെയ്യാൻ കുറച്ച് തെറ്റുകൾ ഇവിടെ പാസേജിലുണ്ട്. അത് നിങ്ങൾക്ക് തെറ്റുകൾ എന്താണെന്ന് അണ്ടർലൈൻ ചെയ്ത് തന്നിട്ടുണ്ട്. സോ നിങ്ങൾ അത് തിരുത്തി എഴുതാണ് വേണ്ടത്. ഇവിടെ പാസേജിൽ തെറ്റുകൾ എന്താണെന്ന് നിങ്ങൾക്ക് കറക്റ്റായിട്ട് തന്നിട്ടുണ്ട്. സോ നമുക്ക് പാസേജ് വായിച്ചു നോക്കാം. ജപ്പാനീസ് റൈറ്റർ ടെസോക്കോ കൊറോയാനഗി ഈസ് ബോൺ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഈസ് എന്നത് അവിടെ തെറ്റാണ്. ജനിക്കുക എന്നുള്ളത് കഴിഞ്ഞു പോയൊരു സംഭവമാണ്. സോ കഴിഞ്ഞ കാര്യം നമ്മൾ എന്തിൽ പറയണം? പാസ്റ്റ് ടെൻസിലാണ് പറയേണ്ടത്. ഈസ് എന്നുള്ളത് ഒരു പ്രസൻ്റ് ആണ്. ഈസിൻ്റെ പാസ്റ്റ് ആണ് നമ്മളിവിടെ എഴുതേണ്ടത്. സോ നമ്മളിവിടെ വാസ് എന്നാണ് കറക്റ്റ് ആൻസർ വരിക. അടുത്തത് ഇൻ ആഗസ്റ്റ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. നമ്മളിവിടെ ഡേറ്റ് പറയുമ്പോൾ ഓൺ എന്നാണ് യൂസ് ചെയ്യുക, ഇൻ അല്ല. സോ ഇവിടെ നിങ്ങൾ ഓൺ എന്ന് എഴുതി കൊടുക്കുക. പിന്നെ നമ്മൾ ഇവിടെ ഇയർ ആയിരുന്നു പറഞ്ഞിരുന്നതെങ്കിൽ ഇയറിൻ്റെ മുൻപേ ആയിരുന്നെങ്കിൽ ഇന്നാണ് വരിക. ഇൻ 1933 എന്നാണ് വരിക. പക്ഷെങ്കിൽ ഇവിടെ ഡേറ്റ് പറയുമ്പോൾ ഓൺ എന്നാണ് വരിക. അടുത്തത് അറ്റ് ടോക്കിയോ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. നമ്മളിവിടെ പ്ലേസ് പറയുന്നതിന് മുൻപേ ആയിട്ട് അറ്റ് അല്ല യൂസ് ചെയ്യുക, നമ്മൾ ഇൻ എന്നാണ് ഉപയോഗിക്കുക. സോ ഇവിടെ കറക്റ്റ് ആൻസർ ഇൻ ആണ്. ടൈമൊക്കെയാണ് പറയുന്നതെങ്കിൽ സമയം പറയുന്നതിന് മുൻപേ നമ്മൾ അറ്റാണ് ഉപയോഗിക്കുക. ഇവിടെ പ്ലേസ് ആയതുകൊണ്ട് ഇൻ എന്നാണ് വരിക. അടുത്തത് ഷീ വാസ് ബോൺ ഫോർ മൊറിസുന കൊറോയാനഗി ആൻഡ് ചോ കൊറോയാനഗി. ഇവിടെ നമ്മൾ പേരൻസ് പറയുമ്പോൾ നമ്മൾ ഫോർ എന്നല്ല ടു എന്നാണ്, ബോൺ ടു എന്നാണ് പറയുക. സോ നിങ്ങൾ അവിടെ ഫോർ ഉള്ളിടത്ത് ടു എന്ന് എഴുതി കൊടുക്കുക. ഷീ കംപ്ലീറ്റ്സ് ഹെർ എഡ്യൂക്കേഷൻ ഇൻ കിയോ യൂണിവേഴ്സിറ്റി ആൻഡ് ടോക്കിയോ കോളേജ് ഓഫ് മ്യൂസിക്. ഇവിടെ എഗെയിൻ കംപ്ലീറ്റ്സ് എന്നല്ലേ പറഞ്ഞിട്ടുള്ളത്. ഇവിടെ അവൾ എഡ്യൂക്കേഷൻ പൂർത്തിയാക്കിയത് എന്നാണ് നമുക്ക് അർത്ഥം വേണ്ടത്. കംപ്ലീറ്റ് എന്താണ്? പാസ്റ്റ് ടെൻസിൽ നമ്മൾ പറയണം, കഴിഞ്ഞു പോയ കാര്യമല്ലേ. സോ നമ്മൾ കംപ്ലീറ്റിൻ്റെ പാസ്റ്റ് ടെൻസ് എന്ന് പറയുന്നത് കംപ്ലീറ്റഡ് എന്നാണ്. സോ നമ്മളിവിടെ കംപ്ലീറ്റ്സ് എന്നുള്ളിടത്ത് കംപ്ലീറ്റഡ് ആക്കി മാറ്റണം. നമ്മൾ ഈ എഡിറ്റിംഗ് പാസേജ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ നിങ്ങൾ കമൻ്റായിട്ട് ചോദിക്കുക. ഈ വീഡിയോ ഇഷ്ടമായാൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും മറക്കരുത്. ഇതുപോലുള്ള എഡിറ്റിംഗ് ആയിരിക്കും നിങ്ങൾക്കും വരിക, ഇന്നും ഓണൊക്കെ മാറ്റി തന്നിട്ട്. സോ നിങ്ങൾ ഇതൊക്കെ എവിടെയാണ് യൂസ് ചെയ്യാന്നുള്ള കാര്യങ്ങൾ ശ്രദ്ധിച്ച് മനസ്സിലാക്കി പഠിച്ച് വെക്കുക. സോ ഓക്കെ, താങ്ക് യു ഫ്രണ്ട്സ്.